നമസ്കാരം, ഞാൻ മുന്നാസ് സലീം. റിയൽ ന്യൂസ് കേരളയുടെ ഫുഡ് ആൻഡ് ട്രാവൽ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് തൃശ്ശൂരുള്ള പെരുമ്പിളാവ് വിദ്യാ റിസോർട്ട് എന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു റിസോർട്ടിലാണ്. അൻസാർ ഹോസ്പിറ്റലിന് തൊട്ടടുത്തുള്ള ഈ ഒരു റിസോർട്ടിൽ എന്തൊക്കെയാണ് കാഴ്ചകളെന്ന് നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ പരിചയപ്പെടുത്തുന്ന ഹോട്ടൽസും റിസോർട്ടുകളെല്ലാം ഞങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആകുന്ന, ഇപ്പോൾ ഫാമിലീസ് വന്നാൽ തന്നെയും അവർ സാറ്റിസ്ഫൈഡ് ആണോ, അല്ലെങ്കിൽ അവിടുത്തെ ഫുഡുകൾ നല്ലതാണോ, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ക്യാഷിന് മുതലാകുന്ന റിസോർട്ടുകളാണോ എന്ന് നോക്കിയിട്ട് ശേഷം മാത്രമേ നമ്മൾ ഓരോ റിസോർട്ടുകൾ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുകയുള്ളൂ. അങ്ങനെ വന്ന് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട തൃശ്ശൂരിലുള്ള വിദ്യാ റെസിഡൻസി എന്നുള്ള ഒരു റിസോർട്ടാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ആ കാണാൻ കാഴ്ചകളൊന്ന് കണ്ടാലോ? വരും. അപ്പം ഞാനിന്നേ വിദ്യാ റിസോർട്ടിലെ റിസപ്ഷനിലാണ്. നമുക്ക് പറ്റിയ താരിഫുകളൊക്കെ ആണോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അല്ലേ. ഹായ് ചേട്ടാ, നമസ്കാരം. നമുക്ക് ഈ താരിഫൊക്കെ ഒന്ന് പരിചയപ്പെട്ടാലോ അല്ലേ? ഞാൻ ഇവിടെ നിന്ന് ഇരുന്നോട്ടെ. വിദ്യാ റെസിഡൻസിലെ താരിഫുകൾ ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഒന്ന്, എക്സിക്യൂട്ടീവ് റൂംസിന് 2000 രൂപീസാണ് വരുന്നത്, 2000 രൂപ. നോൺ എ സി റൂമിന് 1500 രൂപ. എക്സിക്യൂട്ടീവ് ഡീലക്സിന് 2400 രൂപ. നോൺ എ സി വരുമ്പം 1900 രൂപ. താങ്ക് യു. എനിക്കുള്ള ഒരു വെൽക്കം ഡ്രിങ്ക് തന്നിട്ടുണ്ട്, അതൊന്ന് സിപ്പ് ചെയ്ത് നോക്കാം അല്ലേ. മൈ ഫേവറേറ്റ് ലൈം ടീ ആണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ ഈ താരിഫ് ഒന്നുകൂടി പരിചയപ്പെടുത്തി തരാം. എക്സിക്യൂട്ടീവ് റൂംസിന് 2000 രൂപ, നോൺ എ സി 1500 രൂപ. എക്സിക്യൂട്ടീവ് ഡീലക്സിന് 2400 രൂപ, നോൺ എ സി ആകുമ്പം 1900 രൂപ. എക്സിക്യൂട്ടീവ് സൂപ്പർ ഡീലക്സിന് 2600 രൂപ. ഡീലക്സ് സൂട്ട് വരുമ്പം 2700 രൂപ. നമ്മൾ ഈ ക്യാഷൊക്കെ കൊടുക്കുമ്പം ഇത് ഇത്രയും മുതലാവോ ഇല്ലയോ എന്നുള്ളത് പ്രേക്ഷകർക്ക് ഒരു സംശയം ഉണ്ടാവും. നമുക്ക് ആദ്യം അത് റൂംസൊക്കെ ഒന്ന് നോക്കാം, ബാത്റൂമുകൾ നോക്കാം. പിന്നെ അൻസാർ ഹോസ്പിറ്റലിൽ തൊട്ടടുത്താണ് ഞാൻ പറഞ്ഞു. അൻസാർ ഹോസ്പിറ്റലിലേക്ക് വരുന്ന പേഷ്യൻസിന് അല്ലെങ്കിൽ അവരുടെ കൂടെ ഇരിക്കാൻ വരുന്ന ആൾക്കാർക്ക് ഈ താരിഫൊക്കെ അവർ ഡിസ്കൗണ്ട് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വലിയ താരിഫാണെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട. നമുക്ക് ഈ എക്സിക്യൂട്ടീവ് റൂംസ്, സൂപ്പർ ഡീലക്സ് റൂം, ഡീലക്സ് റൂംസൊക്കെ ഒന്ന് കണ്ടല്ലോ. അപ്പോൾ നമുക്ക് എക്സിക്യൂട്ടീവ് റൂംസ് ഒന്ന് കാണാം. അപ്പം ഇവരുടെ എക്സിക്യൂട്ടീവ് റൂംസ് സെക്കൻഡ് ഫ്ലോറിലാണ്. നമുക്ക് ആ റൂംസുകൾ കാണാം. ഈ പിന്നെ 2000 രൂപ തരുന്ന ആൾക്കാർക്ക് സാറ്റിസ്ഫൈഡ് ആണോ എന്നൊക്കെ നോക്കണം അല്ലേ. തീർച്ചയായും. ഓക്കെ. ഇപ്പോൾ എനിക്ക് ഇവർ കാണിച്ചു തരുന്നത് 203 റൂമാണ്. അപ്പോൾ നമുക്ക് ഈ 203 റൂമൊക്കെ ഒന്ന് കണ്ടാലോ. വാ. അപ്പോൾ വിദ്യാ റെസിഡൻസിയിലെ വിദ്യാ റിസോർട്ടിലെ പിന്നെ എക്സിക്യൂട്ടീവ് റൂമാണിത്. 2000 പ്ലസ് GST ആണ് ഇവിടുത്തെ പ്രൈസ് വരുന്നത് അല്ലേ. 2000 പ്ലസ്. എന്തായാലും ഒരു പിന്നെ അത്യാവശ്യം എ സി ഉണ്ട്, നോൺ എ സി ഉണ്ട്. എ സി വരുമ്പം 1500 പ്ലസ് GST ആണ്. എക്സിക്യൂട്ടീവ് റൂംസിൽ എ സി വരുമ്പോൾ 2000 രൂപീസാണ്. അപ്പോൾ ഇത് വിദ്യാ റിസോർട്ടിലെ എക്സിക്യൂട്ടീവ് ഡീലക്സ് ആണ് റൂമാണ്. ഇത് വരുന്നത് 2400 രൂപ പ്ലസ് GST ആണ് എ സി റൂമിന്. നോൺ എ സി വരുമ്പം 1900 രൂപ വരുന്നുണ്ട് പ്ലസ് GST. സൂട്ട് ഇത് 2700 പ്ലസ് GST ആണ് വരുന്നത്. കംഫർട്ടായിട്ടുള്ള ഒരു റൂമാണ്. 2700 രൂപ കൊടുത്താലും പ്ലസ് GST കൊടുത്താലും മുതലാകുന്ന ഒരു റൂം തന്നെയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്തെന്ന് പറഞ്ഞാൽ ബാത്റൂം. ഞാൻ പറഞ്ഞില്ലേ, ഓരോ റിസോർട്ടിൽ പോയാലും ഒരു ഫാമിലീസിനും ഒരു സാറ്റിസ്ഫൈഡ് ആകുന്ന നമ്മുടെ റൂംസ് ആയിരിക്കണം, ബാത്റൂം ആയിരിക്കണം, ഒരു ഫീലുള്ള റൂംസുകളായിരിക്കണം എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. വിദ്യാ റിസോർട്ടിലെ റൂംസുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റൂംസുകൾ തന്നെയാണ്. ഇതാണ് കപ്പിൾസ് സൂട്ട്. ഇത് പറയാം, ഒരു റെഡും വൈറ്റും മിക്സ്ഡ് ആയിട്ടുള്ള കപ്പിൾസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റൂംസ് തന്നെയാണ്. ഇത് 2499 രൂപ പ്ലസ് GST ആണ് വരുന്നത്. ഒരു ഫീലുള്ള ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള എനിക്കൊരു റൂമായിട്ട് തോന്നി. പിന്നെ നല്ല ബാത്റൂം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വരുമ്പോഴെല്ലാം ചെക്ക് ചെയ്യുന്ന ബാത്റൂംസൊക്കെ നല്ല ബാത്റൂംസ് ആണോ, പിന്നെ കപ്പിൾസിനൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് റിലാക്സ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന റൂംസുകളാണോ, ഒരു സൈലൻ്റ് ആയിട്ടുള്ള 2499 രൂപ പ്ലസ് GST മുതലാകുന്ന നല്ല കളർഫുള്ളായിട്ടുള്ള റൂം തന്നെയാണ് ഇത്. അപ്പോൾ ഈ കപ്പിൾസ് റൂമിലെ ബാൽക്കണി, നല്ലൊരു മനോഹരമായിട്ടൊരു ബാൽക്കണി ഉണ്ട്. ഇത് ബാത്റൂമാണ്.
ബാത്റൂമും നല്ല വൃത്തിയായിട്ടുള്ള ഒരു ബാത്റൂമാണ്. ഇതിൻ്റെ ബാൽക്കണിയും കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് കപ്പിൾ സൂട്ടിൻ്റെ ബാൽക്കണി. ഫീലാണ്, ഒരു റിലാക്സ് മൈൻഡാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തന്നെ സൂട്ടുകൾ തന്നെയാണ് വിദ്യ റിസോർട്ടിലുള്ളത്. ഇതാണ് വിദ്യ ഡ്രീം. ഈ എന്താണ് വിദ്യ ഡ്രീം എന്നുള്ളൊരു ആകാംക്ഷ എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടാവാം. ഞാൻ വിദ്യ ഡ്രീം എന്താണെന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ എല്ലാവരുടെ ഉള്ളിൽ ഒരു ആകാംക്ഷ ഉണ്ടാവും, എന്താണ് വിദ്യ ഡ്രീം. നമുക്ക് ഈ റിസപ്ഷൻ അല്ലെങ്കിൽ ഒരു 400 പേര് 500 പേരൊക്കെ പാർട്ടിയൊക്കെ നടത്തണം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടത്തണമെങ്കിൽ ഈ വിദ്യ ഡ്രീമിലേക്ക് വരിക. വിശാലമായിട്ടുള്ള കാർ പാർക്കിംഗ് ആണ്. എനിക്ക് തോന്നുന്നത് ഒരു സെൻട്രൽ AC-ലാണ്, ഫുള്ള് AC ഫീലോടെ നമുക്കൊരു 400 അല്ലെങ്കിൽ 500 പേർക്കൊക്കെ ഒരു ചെറിയ രീതിയിലൊക്കെ ഒരു പാർട്ടി നടത്താൻ പറ്റിയ ഒരു നല്ല ഒരു പാർക്കിംഗ് സൗകര്യമുള്ള ഒരു എന്താ പറയുക, സ്വപ്നങ്ങൾ കാണുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ സ്വപ്നങ്ങൾ പകിട്ടേക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കെല്ലാം പറ്റിയ ഒരു നല്ലൊരു കൺവെൻഷൻ സെൻ്ററാണ് വിദ്യ ഡ്രീം. ഇതാണ് വിദ്യ ഡ്രീമിൻ്റെ ഉൾവശം. വിശാലമായിട്ടുള്ള ഒരു ഹാളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു 400-നും 700-നും ഇടയ്ക്കുള്ള ആൾക്കാർക്ക് ചെറിയൊരു ഈവൻ്റൊക്കെ നടത്താനും ഒരു റിസപ്ഷൻ നടത്താനും അല്ലെങ്കിൽ ഒരു വെഡ്ഡിങ് പാർട്ടിയൊക്കെ നടത്താൻ പറ്റിയ ഒരു വിശാലമായിട്ടുള്ള ഒരു സ്ഥലമാണ് വിദ്യ ഡ്രീം. അപ്പോൾ ഇതാണ് ബാൻക്വറ്റ് ഹാള്, വിദ്യ പന്ത് ബാൻക്വറ്റ് ഹാളാണിത്. എന്തോ ഫംഗ്ഷൻ നടക്കാൻ പോകുകയാണെന്ന് തോന്നുന്നു. ഇവരെല്ലാം ചെയറുകളെല്ലാം സെറ്റ് ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്ന ഒരു 200-നും 300-നും ഇടയ്ക്കുള്ള ആൾക്കാർക്ക് ഒരു ചെറിയൊരു റിസപ്ഷൻ അല്ലെങ്കിൽ പാർട്ടി, എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ബേസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസുകൾ, ഇപ്പോൾ പ്രൊജക്ടറുണ്ട് ഇവിടെ, പിന്നെ ഇരിക്കാൻ പറ്റിയ ഒരു ഹാളാണ് ഇത്. ഒരു 200-നും 300-നും ഇടയ്ക്ക് ആൾക്കാർക്ക് ഇത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഇവരുടെ തന്നെ ഫുഡും ഉണ്ട്. ഇപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ നടത്തുന്ന സമയത്ത് ഫുഡ് വേണമെങ്കിൽ ഫുഡും ഇവിടെ കിട്ടും. പിന്നെ പ്രൊജക്ടറുണ്ട്. നല്ല കളർഫുള്ളുള്ള ഒരു ആംബിയൻസ് ആണ് ഇവിടെ കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നിറങ്ങളിലൊന്നാണ് ഈ യെല്ലോ. ഈ ലൈറ്റ് ഷെയ്ഡും ഈ ഒരു ഫീലും എനിക്ക് തോന്നുന്ന ഒരു 200-നും 300-നും ഇടയ്ക്കുള്ള ആൾക്കാർക്ക് ഒരു ഫംഗ്ഷൻ നടത്താൻ പറ്റിയ ഒരു പ്ലേസാണ് ഈ ബാൻക്വറ്റ് ഹാൾ. ഇത് ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ടോയ്ലറ്റ്സ്, ഒരു ഫീലാണ് കേട്ടോ ശരിക്കും. ആ ഒരു യെല്ലോ ലൈറ്റ്, റെഡ് ചെയർ. നമ്മൾ ജീവിതത്തിൽ ഒരുപാട് ടെൻഷൻ അടിക്കുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ജോബിൻ്റെ ടെൻഷൻ, അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ്, രോഗങ്ങൾ ഒക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കുന്ന ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നത് ഈ ടെൻഷൻ അടിക്കുന്ന വേളകളിൽ ഈ തൃശ്ശൂരുള്ള വിദ്യ റിസോർട്ടിലേക്ക് ഒന്ന് വരണം. വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഹട്ടിൽ, ഈ ഒരു ആംബിയൻസിൽ ഒക്കെ ഇരിക്കുക, ഇച്ചിരി ആഹാരങ്ങൾ കഴിക്കുക. ഇതുണ്ട്, ഈ സൈഡിലൂടെ പോകുന്ന ഈ അരുവികളുണ്ട്. നല്ല രസകരമായിട്ടാണ് ഇവരത് ചെയ്തിരിക്കുന്നത്. ഇതിൽ നല്ല വലിയ ഫിഷ്. ഇതിനെയൊക്കെ കാണുമ്പം നമുക്കെന്താ പറയുക, നമ്മുടെ സങ്കടങ്ങളും അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ വിഷമങ്ങളൊക്കെ എങ്ങോട്ടാണ് പോകണമെന്നൊന്നും അറിയില്ല നമുക്ക്. അപ്പോൾ ഈ
റിസോർട്ടിലെ ഒരു ചട്ടിക്കറി ഉണ്ടെന്ന് പറഞ്ഞു, ഫിഷ് ഇട്ട് ചട്ടിക്കറി. അപ്പോൾ ഈ ചട്ടിക്കറി ഉണ്ടാക്കുന്നത് അരവിന്ദ് ചേട്ടനാണ്. ഹായ് അരവിന്ദ് ചേട്ടാ, നമസ്കാരം. ഭയങ്കര ജോലിയിലാണ് ആള്. എന്തൊക്കെയോ ഒന്ന് സ്പെഷ്യലായിട്ട് എനിക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ആദ്യം നമുക്ക് ട്രൈ ചെയ്യേണ്ടത് ചട്ടിക്കറിയാണ്. ആ ചട്ടിക്കറി അല്ലാതെ വേറെ എന്തൊക്കെയാണ് നമുക്ക് സ്പെഷ്യലായിട്ടുള്ള ഇവിടെ? ചട്ടിക്കറി അല്ലാതെ അൽഫാം, ഷവായി, ഗ്രിൽഡ് ഐറ്റംസ് എല്ലാം ഉണ്ട്. അപ്പം പിന്നെ നമുക്ക് അത് അറിഞ്ഞതിന് ശേഷം നമുക്ക് ചട്ടിക്കറി ഒന്ന് നോക്കിയാലോ, എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നുള്ളത്. നല്ല കോട്ടയം ചട്ടിക്കറി നമുക്കൊന്ന് കണ്ടാലോ. അപ്പോൾ നമുക്ക് കോട്ടയം സ്റ്റൈല് ചട്ടിക്കറി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഇന്ന് വറ്റ വെച്ചിട്ടാണ്, അരവിന്ദ് ചേട്ടൻ പറഞ്ഞ് വറ്റയാണ് ചട്ടിക്കറി കുറച്ച് ടേസ്റ്റ് എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ ചട്ടി വെച്ചു. ഇനി നമ്മൾ ഇതിലേക്ക് ചട്ടി ചൂടായതിനു ശേഷം ഓയിൽ ഒഴിക്കും. അപ്പോൾ പ്യുവർ വെളിച്ചെണ്ണയാണ് അല്ലേ? പ്യുവർ വെളിച്ചെണ്ണ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അതിൽ വെളിച്ചെണ്ണ ചേർത്തു. നമുക്കൊന്ന് ഓയിൽ ചൂടാക്കിയിട്ട് ഓയിൽ ചൂടാകണം. അതിനുശേഷം ചോപ്പ് ചെയ്ത ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കറിവേപ്പില, സ്ലൈസ് ചെയ്ത പച്ചമുളക് ഇതെല്ലാം കട്ട് ചെയ്ത് നമ്മൾ കാണിച്ചു നിങ്ങളെ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ വെളിച്ചെണ്ണയിൽ നമ്മളിപ്പം പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലേ? ഇത് എത്ര മിനിറ്റ് വഴറ്റണം? ഒരു ബ്രൗൺ കളർ വരണമെന്ന് തോന്നുന്നു അല്ലേ? ഇതൊരു 2 മിനിറ്റ് സോട്ട് ചെയ്യണം. അപ്പോൾ 2 മിനിറ്റ് ഇതൊന്ന് വഴണ്ട് വരണം. ആരാണ് കുക്കിങ്ങിലേക്ക് അരവിന്ദേട്ടൻ വന്നത്? എങ്ങനെയാണ് ഈ കുക്കിംഗ് ഫീൽഡിലേക്ക്? ഞാൻ ഹോട്ടൽ മാനേജർ പഠിച്ചിട്ട് വന്നതാണ്. ആ അത് ശരി. ആരാണ് ഗുരുനാഥൻ? ആരായിരുന്നു? ഗുരുനാഥൻ സുനീഷ് എന്ന് പറയും, കൊല്ലത്തുള്ള ഒരാളാണ്. അത് ശരി. അപ്പോൾ വീട്ടിലൊക്കെ ഇത് ട്രൈ ചെയ്യാറുണ്ടോ? വീട്ടിൽ ചെറുതായിട്ടൊക്കെ. വീട്ടിൽ അമ്മയ്ക്ക് ഏത് ഡിഷസാണ് ഉണ്ടാക്കി കൊടുത്താൽ? അമ്മയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഡിഷുകൾ നമ്മൾ വീട്ടിൽ ചെയ്യാറില്ല. ഓക്കെ. ആദ്യം നമ്മൾ ഇപ്പോൾ പഠിച്ച സമയത്തൊക്കെ ഒരു ഡിഷസ് ഉണ്ടാവുമല്ലോ. എനിക്കൊരു കുക്ക് ആകണമെന്നുള്ള ആഗ്രഹത്തിൽ വന്നിട്ട് ആദ്യം ഉണ്ടാക്കിയ ഫുഡ് എന്തായിരുന്നു? ആദ്യം ഉണ്ടാക്കിയത് ഗോബി മഞ്ചൂരിയൻ ഗ്രേവിയാണ്. ഗോബി മഞ്ചൂരിയുടെ ഗ്രേവി, അതോ ഗോബി മഞ്ചൂരി ഗ്രേവി? ഓക്കെ. എന്നിട്ട് കഴിച്ചിട്ട് എന്തായിരുന്നു റിസൾട്ട്? എൻ്റെ കുഴപ്പമില്ലായിരുന്നു. എല്ലാവരും തമ്മിൽ ഓക്കെ പക്ക പറഞ്ഞു. ഓക്കെ. അപ്പോൾ അതൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളി ക്രഷ് ചെയ്തത്, ചെറിയ ഉള്ളി ചതച്ചിട്ടാണ്, കല്ലിൽ ചതച്ചാണ് കേട്ടോ. കല്ലിൽ ചതച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് നമ്മൾ ചെറിയ ഉള്ളി കല്ലിൽ ചതച്ചതും കൂടി അതിലേക്ക് മിക്സ് ചെയ്തിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് അതൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം ആ വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ആ വെളിച്ചെണ്ണയിൽ ഒന്ന് മൂക്കണം. നന്നായിട്ട് മൂത്ത് ഒരു ബ്രൗൺ കളർ വരണം അല്ലേ? ഇപ്പോൾ എത്ര നാളായി ഈ കുക്കിംഗ് ഫീൽഡിലേക്ക് വന്നിട്ട്? ഞാനൊരു 12-13 വർഷമായി. 13 വർഷമായി. എല്ലാ ഡിഷസും അറിയാമെന്ന് തോന്നുന്നു. ഒരുതിരിപ്പെട്ട അല്ലേ? ഏകദേശം എല്ലാം ചെയ്യും. ഒരു കുട്ടനാടൻ അല്ലെങ്കിൽ കോട്ടയം സ്റ്റൈലാണ് കൂടുതൽ ഫുഡ്. എൻ്റെ വീട് കോട്ടയത്താണ്. കോട്ടയത്ത് എവിടെയാണ്? കോട്ടയം പാലയിലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇറച്ചി അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് ബീഫുകൾ പിന്നെ ഉണ്ടാക്കാൻ അറിയാവുന്ന ആൾക്കാർ എനിക്ക് തോന്നുന്നു കോട്ടയംകാരാണെന്ന് തോന്നുന്നു കേട്ടോ. വെറൈറ്റി ഏറ്റവും കൂടുതൽ ബീഫുകളിൽ വെറൈറ്റി കണ്ടുപിടിക്കുന്ന ആൾക്കാർ കോട്ടയംകാരാണെന്ന് തോന്നുന്നു അല്ലേ? കോട്ടയത്താണ്. അപ്പോൾ ഇതൊന്ന് വഴണ്ട് വരണം. ഏകദേശം ഷോർട്ടായിട്ടുണ്ട് സംഭവം. ഓക്കെ. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. കൊച്ചുള്ളിയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്, അത് സവാളയല്ല. കൊച്ചുള്ളി ചതച്ചിട്ടാണ് അതിൽ ചേർത്തിരിക്കുന്നത്. അതാണെന്ന് തോന്നുന്നു ഇതിൻ്റെ പ്രത്യേകത അല്ലേ? അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ചട്ടിക്കറിയിൽ വേണ്ടത് സവാളയല്ല, കൊച്ചുള്ളിയാണ്. പിന്നെ മസാല ആഡ് ചെയ്യാം. ഓക്കെ. മസാല അതിൽ വരുന്ന മസാല കാശ്മീരി ചില്ലിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. എന്താണ്? കാശ്മീരി ചില്ലി. ഓക്കെ. അപ്പോൾ കാശ്മീരി ചില്ലി ഏകദേശം ഒരു 2-2.5 ടീസ്പൂണ് കാശ്മീരി ചില്ലി. ഓക്കെ. അത് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തു. ഇത് പിന്നെ കൊച്ചുള്ളി ഒന്ന് പിന്നെ ബ്രൗൺ കളറായി. അതിനുശേഷം അതിലേക്ക് നമ്മൾ കാശ്മീരി ചില്ലി ഇട്ടു. ജസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി ചെറുതായി, ആവശ്യത്തിന് മല്ലിപ്പൊടി, അതിലേക്ക് കുറച്ച് സാൾട്ട്, കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇതൊന്ന് സോട്ട് ചെയ്തിട്ട് ഓക്കെ. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലേ? അതാ പിന്നെ വെളിച്ചെണ്ണയിൽ ഈ ഇപ്പം നമ്മളിട്ട മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി ആ ഗ്രേവിയിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ട് അതിലേക്ക് ഒരു 2 തക്കാളി പേസ്റ്റ് ആക്കി. തക്കാളി പേസ്റ്റ് അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ സോട്ട് ചെയ്യണം ഗ്രേവിയിൽ. അപ്പോൾ
അത് ആ മസാലയിലേക്ക് എല്ലാത്തിലും ഈ ഉള്ളിയിൽ കൊച്ചുള്ളിയിലെല്ലാം പിടിക്കുന്നതിന് വേണ്ടിയിട്ട് അതെല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് ഒരു മിക്സ്ഡ് ആയിട്ട് ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് അതിൽ. അപ്പം അതിലേക്ക് കുറച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ലേ? വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഓക്കെ. കുറച്ച് ആവശ്യത്തിന് അതിലേക്ക് ഒരു ഷെഫ് ആകാനുള്ള എന്താണ് ടേസ്റ്റി ആയിട്ടുള്ള ആഹാരങ്ങൾ എങ്ങനെയായിരിക്കും ഉണ്ടാക്കുക ഒരാൾ? കൈപുണ്യമാണ്, ഒരു മുഹബത്ത് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ അതിനുള്ള താല്പര്യമാണ് മെയിനായിട്ട് വേണ്ടത് അല്ലേ? അപ്പോൾ നമ്മളൊരു കുക്കാണോ എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഡെയിലി ഇങ്ങനെ ഫുഡുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കാറുണ്ടോ? അതോ ഡെയിലി ചെയ്യാറില്ല, എന്തായാലും ചെയ്യാറുണ്ട്. അപ്പോൾ കൂടുതൽ എന്തിലാണ്? ഫിഷിലാണോ അതോ ബീഫിലാണോ ചിക്കനിലാണോ? എന്താണ് വെറൈറ്റി കണ്ടുപിടിക്കുന്നത്? ഫിഷിലാണ് മെയിൻ. ഓക്കെ. അപ്പം നമ്മുടെ ഗ്രേവി ഏകദേശം ഇങ്ങനെ ഒന്ന് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ആവശ്യത്തിനൂടെ വെള്ളം വേണം ഒഴിച്ചു കൊടുക്കുക. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഓക്കെ. ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ. ഇതിലേക്ക് അപ്പോൾ ഈ ഗ്രേവി ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ വറ്റാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ക്യൂബായിട്ട് കട്ട് ചെയ്ത് ക്യൂബായിട്ട് അത് കട്ട് ചെയ്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ആ ഫിഷ് ഫുള്ള് ഗ്രേവിയിലേക്ക് ഇല്ലേ, ആ മസാല ഫുള്ള് അതിലെ മീറ്റിലേക്ക് പിടിക്കണം, ആ മാംസത്തിലേക്ക് പിടിക്കണം. അതിനെ നമ്മളൊന്ന് കറക്റ്റായിട്ട് ഇളക്കി കൊടുത്ത് നമുക്കിനി കുറച്ച് പുളി കുടംപുളി ഒരു രണ്ട് പീസ് പുളി നമ്മൾ അതിനകത്ത് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ആ പുളിയുടെ വെള്ളം ഇവിടെ ആവശ്യത്തിന് ഒഴിക്കുക. നല്ല കുടംപുളി ഇട്ട വറ്റ ചട്ടിക്കറി. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഗാർണിഷായിട്ട് കുറച്ചുകൂടി കറിവേപ്പില. ഓക്കെ. കുറച്ചുകൂടി നമ്മൾ കറിവേപ്പില അതിലേക്ക് ആഡ് ചെയ്ത് ഒരു 3 മിനിറ്റ് ആയി കഴിഞ്ഞാൽ ഏകദേശം ചട്ടിക്കറി റെഡിയാവും. ഇനി ഒരു 3 മിനിറ്റ്. അപ്പം മീൻ ഫിഷ് അതിലേക്ക് ഇട്ടിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ആ മസാല എല്ലാം കൂടി ഒന്ന് പിടിക്കണം. അതിനൊരു 3 മിനിറ്റ് ടൈമുണ്ട്. അപ്പോൾ ആ ഒരു 3 മിനിറ്റ് നമുക്ക് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഈ കക്ക, ഞണ്ട്, പ്രോൺസ് അങ്ങനെയൊക്കെയുള്ള വെറൈറ്റി, ഇപ്പോൾ കക്കത്തോരൻ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. എല്ലാം ചെയ്യും. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ തൃശ്ശൂർ ഏരിയയിൽ കൂടുതലും ആൾക്കാരും ഈ സീ ഫുഡുകൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഹോട്ടലാണ് വരുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ. ഇവിടെ നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത് ഈ സാധനമാണ്. അപ്പോൾ ഇത് കുട്ടനാടൻ ഫുഡും കോട്ടയം ഡിഷസും ഒക്കെ കിട്ടണമെങ്കിൽ നേരെ ഇങ്ങോട്ട് ഈ റിസോർട്ടിലോട്ട് വന്നോളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് നമുക്ക് ഇവർ വെച്ച് തരും. നിങ്ങൾ എന്താണ് റെസിപ്പി എന്ന് പറഞ്ഞാൽ മാത്രം മതി. അത് നല്ല ചൂടോടെ നിങ്ങളുടെ പ്ലേറ്റിലേക്ക് വരും അല്ലേ? തീർച്ചയായിട്ടും. സംഭവമായിട്ടുണ്ട്. ഏകദേശം ഇപ്പം നമ്മളുടെ വറ്റ കുടംപുളി ഇട്ട ചട്ടിക്കറി ആയിട്ടുണ്ട്. കുറച്ച് ഒരു ഗാർണിഷായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൊണ്ട് ഒഴിച്ച് കുറച്ചുകൂടി ഒരു വെളിച്ചെണ്ണയും കൂടി അതിൻ്റെ പുറത്തേക്ക് ഒഴിക്കുക. നമുക്കിത് കൂടുതലും റൈസിൻ്റെ കൂടെ അരിപ്പത്തിരി അല്ലെങ്കിൽ ചപ്പാത്തിയുടെയൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഡിഷസ് ആണ് അല്ലേ? ആ പുളിയുടെയൊക്കെ ആ ഒരു സ്മെല്ലിങ്ങനെ എൻ്റെ മൂക്കിലേക്ക് ഇങ്ങനെ ഒരു സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ എന്താ പറയുക കുടംപുളി ഇട്ട വറ്റ ചട്ടിക്കറി. സംഭവം റെഡിയായി. ഇതൊന്ന് തണുത്തിട്ട് എനിക്കൊന്ന് ഇതിൻ്റെ ടേസ്റ്റ് കൂടി നോക്കണം. അപ്പോൾ ആ ഒരു കുടംപുള്ളിയുടെ ഒക്കെ ഒരു സ്മെല്ല് എൻ്റെ മൂക്കിലൂടെ ഇങ്ങനെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് തിളച്ചതിന് ശേഷം മാറ്റി വെക്കാം. അപ്പം നമ്മുടെ വറ്റ കുടംപുളി ഇട്ട് വെച്ച വറ്റ ചട്ടിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ കൂടി എനിക്ക് ടേസ്റ്റ് നോക്കണം. ഇതൊന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം അരവിന്ദ് തിയേറ്ററിൽ ഞാനിത് കഴിച്ചിട്ട് എത്ര മാർക്ക് തരണമെന്നുള്ള ഞാൻ ആലോചിക്കുന്നതായിരിക്കും. ഓക്കെ. എന്തായാലും ആ പുളിയുടെയൊക്കെ ആ ഒരു സ്മെല്ല് എൻ്റെ മുഖത്തേക്ക് അടിക്കുന്നുണ്ട്. എന്തായാലും ടേസ്റ്റിയാണ്, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നുള്ള യാതൊരു സംശയമില്ല. അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. പത്തിരി, ഇടിയപ്പം അല്ലേ, നൈസ് പത്തിരി, ചപ്പാത്തിയുടെ കൂടെയൊക്കെ പുട്ടും മീൻകറിയൊക്കെ ഏറ്റവും കൂടുതൽ ടേസ്റ്റി ആയിട്ട് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു കറി ട്രൈ ചെയ്യാവുന്നതാണ് അല്ലേ? അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ടേസ്റ്റും കൂടി നോക്കാം.
സാർ സ്ഥലം എവിടെയാണ് സാർ? ഇവിടെ അടുത്ത് തന്നെ കിക്കാവ്. ഇവിടെ വന്നിട്ട് അതിക്കാവാണ്. സ്ഥിരമായിട്ട് വന്ന് ഫുഡ് കഴിക്കുന്ന ആളാണോ? ഇടയ്ക്ക് വരാറുണ്ട്. ഇന്ന് എന്തൊക്കെയാണ് ഓർഡർ? കുറേ ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു? ഇപ്പോൾ അൽഫാം, ചിക്കൻ ഇതെന്താ ഫ്രൈഡ് റൈസ്, ഗാർലിക് ചിക്കൻ, അങ്ങനെ മഷ്റൂം മസാല. ഗാർഡനിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷസ് എന്തായിരുന്നു? ഞാൻ വെജാണ് കഴിക്കുന്നത്. വെജാണ്. അതെ. ഓക്കെ, മോള് പിന്നെ എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫുഡ് എന്തായിരുന്നു ഇതിൽ? ഞാനിന്നിപ്പം ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് ഓർഡർ ചെയ്തത്. ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണോ? അതെ തീർച്ചയായും. അപ്പോൾ സ്ഥിരമായിട്ട് വരാറുണ്ടോ ഇവിടെ? ഞാനിപ്പം ഇവരുടെ റിലേറ്റീവ് ആണ് വന്നതാണ്. സെക്കൻഡ് ടൈമാണ്. ഫുഡൊക്കെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. ടേസ്റ്റിയാണ്. ഓക്കെ, ആൻറ്റി ഇതുപോലെ ആസ്വദിച്ച് ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. എന്തെന്ന് ഓർഡർ ചെയ്ത്? ഇന്ന് ഞാൻ എഗ് ഫ്രൈഡ് റൈസ് ആണ് ഓർഡർ. ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണോ? അതെ. ഇവിടുത്തെ നോൺ വെജും വെജും നല്ല ടേസ്റ്റിയാണ്. ഞങ്ങൾ 4 വർഷമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. 4 വർഷം കൊണ്ട് വന്ന് ഫുഡ് കഴിക്കുന്ന ആളാണ് അല്ലേ? അതെ. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണ്? അങ്ങനെയില്ല, ഇവിടുത്തെ എല്ലാ ഫുഡും ഇഷ്ടമാണ്. വെജിറ്റേറിയനും ഇഷ്ടമാണ്, നോൺ വെജിറ്റേറിയനും ഇവിടുത്തെ നല്ലതാണ്. അപ്പോൾ സ്ഥിരമായിട്ട് വരാറുണ്ടോ? വരാറുണ്ട്. എന്താണ് ഞാൻ വന്നപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഫീൽ ചെയ്തു. നല്ല എന്താ പറയുക, ഹട്ട്, ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ, നല്ല കോൺഫറൻസ് ഹാള്, പിന്നെ എന്താ പറയുക ഡ്രീം എന്ന് പറഞ്ഞിട്ട് വേറെ കോൺഫറൻസ് ഹാള്. എന്താണ് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കാനുള്ള റീസൺ? കോൺസെപ്റ്റ് ഉണ്ടാക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലീസാണ് ഏറ്റവും കൂടുതൽ വരിക ഇവിടെ. ഓക്കെ. പിന്നെ കുറച്ചുകൂടെ വൈബാണ്. പിന്നെ ഫ്രഷ്ലി ഫുഡാണ്, ഗ്രീനിയാണ്, ടോട്ടലി ഗ്രീനിയാണ്. ഫാമിലീസിന് വരാൻ പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അല്ല, ഞാൻ വന്നപ്പോഴേ എനിക്ക് വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്ത് എന്താ അറിയോ, ഈ കുട്ടനാടൻ കോട്ട, ഈ ഫിഷ്. ഞാൻ വന്നപ്പം പിന്നെ അരവിന്ദ് ഏട്ടനോട് പറഞ്ഞ് എൻ്റെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഡിഷ് ഉണ്ട് എനിക്ക്. എന്താ പറഞ്ഞാൽ നല്ല ചട്ടിയിൽ നല്ല വറ്റ മുളകിട്ട് വെച്ച ഒരു ചട്ടിക്കറി ഉണ്ട്. അപ്പൊ അതാണ് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കി. ഞാനിത് കഴിച്ചില്ല, ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് എനിക്ക് നോക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ഫിഷ്, അപ്പൊ ഇത് ഫ്രഷ് ആണോ അല്ലയോ, അതെങ്ങനെയാണ് തന്നെ ഫ്രഷ് ആയിട്ട് വരുത്തി മേക്ക് ചെയ്യണ ഫുഡുകളാണ്. പിന്നെ ഇങ്ങനെ ഒരു ഹട്ടുകൾ ഉണ്ടാക്കാനുള്ള റീസൺ എന്താണ്? ഈ നമുക്ക് കൂടുതലും ഹട്ടുകൾ കുറവാണ് കാണുന്നത് ഈ ഏരിയയിൽ. പിന്നെ കുറച്ചുകൂടെ ഹൈവേ സൈഡാണ്. അപ്പോൾ കുറച്ചുകൂടെ ഫാമിലീസ് വരും. സൺഡേ സാറ്റർഡേ കാര്യങ്ങൾ കുറച്ചുകൂടെ ഫുള്ളായിരിക്കും. അപ്പോൾ ഫാമിലീസിന് പീസ്ഫുൾ ആയിട്ട് വന്നിരിക്കാനും പിന്നെ ഒന്ന് കുറച്ചുകൂടെ ടോക്ക് ചെയ്യാനും സംസാരിക്കാനൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഹട്ട് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി ഒരു കോൺസെപ്റ്റാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, നമ്മുടെ ഈ ഫുഡ് ബേസ് ചെയ്തിട്ട് എന്തൊക്കെ ഫുഡാണ് ഇവിടെ? നമുക്കിവിടെ സ്പെഷ്യൽ ആയിട്ട് വരുന്നത് ചട്ടിക്കറി തന്നെയാണ്. ചട്ടിക്കറിയാണ്. ഫ്രഷ് ഫിഷ് ആയിട്ടാണ് വരുന്നത്. മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ ഇവിടുത്തെ ചട്ടിക്കറിയാണ്. വിദ്യാ റിസോർട്ടിൽ വന്നു കഴിഞ്ഞാൽ നല്ല ചൂട്, നല്ല കൊടമ്പുളിയൊക്കെ ഇട്ട് നല്ല ചട്ടി. എനിക്ക് അത് പറയുമ്പോൾ എൻ്റെ വായിൽ വെള്ളം ഊറുന്നുണ്ട്. കാരണം ആ സ്മെല്ല് എന്നെ ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തായാലും അത് കഴിക്കും. അതാണ് സ്പെഷ്യൽ ആയിട്ടുള്ളത്. പിന്നെ എന്താണ് ഫിഷിൽ എന്തൊക്കെയാണ്? പിന്നെ നമുക്ക് വരുന്നത് മസാല ഫിഷ് ഫ്രൈ വരുന്നുണ്ട്. ചട്ടിക്കറിയാണ് കുറച്ചുകൂടെ സ്പെഷ്യൽ ആയിട്ട്. പിന്നെ ഞാൻ വന്നപ്പോൾ പറഞ്ഞു നല്ല കക്കയിറച്ചി, കൂന്തൽ, ഞണ്ട് റോസ്റ്റ്, പിന്നെ ബീഫ് ഓറിയന്റഡ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് നമുക്ക് കുറച്ചുകൂടെ സ്പെഷ്യൽ ആയിട്ടുണ്ട്. പിന്നെ തന്തൂരി, ഷവായി, അൽഫാം. പിന്നെ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സ് പ്ലേറ്റർ വരുന്നത്. അതില് ഷവായി, അൽഫാം കോംബോ ഓഫറാണ്. ഫാമിലീസിന് ഒരൊറ്റ ഫാമിലീസിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നോർമലി ഫുഡാണ്. കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലാണെങ്കിൽ റേറ്റ് ഒക്കെ കമ്മിയാണ് നമുക്ക് വരുന്നത്. അപ്പം തീർച്ചയായിട്ടും ഫുഡ് ഇഷ്ടപ്പെടുന്ന, ട്രാവൽ ഇഷ്ടപ്പെടുന്ന, പീസ്ഫുൾ ആയിട്ടിരുന്ന് സമാധാനത്തോടെ ഇരുന്ന് എന്താ ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ വിദ്യാ റിസോർട്ടുകളൊക്കെ വരിക. അപ്പോൾ എന്നെ ഈ ഈ ചട്ടിക്കറിയുടെ സ്മെല്ലിങ്ങനെ എന്നെ വല്ലാതെ ഇങ്ങനെ എന്താ പറയുക മടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കൂടുതൽ ഞാൻ ഇനി ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞാൻ ഈ ചട്ടിക്കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പം പിന്നെ വിലപ്പെട്ട കുറച്ച് സമയം നമ്മളോട് സ്പെൻഡ് ചെയ്ത് വളരെയേറെ സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അപ്പം ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് എല്ലാം ഇരിക്കുന്നത്. ഞാൻ ആദ്യം ഈ ചട്ടിക്കറി നല്ല കൊടംപുളി ഇട്ട് വെച്ച വറ്റ പിന്നെ ചട്ടിക്കറി ഞാനിത് കഴിക്കാൻ പോവുകയാണ്. അരുൺചേട്ടൻ പറഞ്ഞു ധൈര്യത്തോടെ കഴിച്ചോളൂ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പല ചട്ടിക്കറികൾ നമ്മൾ കഴിക്കുന്ന ആൾക്കാരാണ്. ഇന്നിതാ വിദ്യാ റിസോർട്ടിലെ നല്ല ചൂട് കൊടംപുളി വറ്റ ഇട്ട് വെച്ച ചട്ടിക്കറി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഞാൻ നല്ല ഒരു ചൂട് ചപ്പാത്തി എടുത്തു. അതിൻ്റെ കൂടെ നമ്മുടെ ആ വറ്റക്കറി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. കാരണം എന്താ പറയുക, അതിൻ്റെ ഗ്രേവി ഒന്ന് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട്
കുറച്ച് ഗ്രേവി, എടുത്ത് ഈ ഒരു ഫിഷും കൂടി വേണം എനിക്ക്. ആ കൊടംപുള്ളിയിൽ ഇങ്ങനെ കിടന്ന് തിളച്ച നല്ല വറ്റ, അതെടുത്ത് നല്ല ചൂട് ചപ്പാത്തിയിൽ ഫുള്ളിങ്ങനെ ആ ഗ്രേവിയാണ് പുരട്ടിയിട്ടുണ്ട്. കുറച്ച് വറ്റയും കൂടി എടുത്ത് ആ കൊടമ്പുളിയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ, ആ വറ്റയിൽ ആ മസാലയിൽ ഫുള്ള് എനിക്ക് തോന്നുന്നത് വറ്റയിലെ ഓരോ മാംസത്തിലും ആ ഓരോ എരിവും പുളിയും വെളുത്തുള്ളിയുടെയും കൊച്ചുള്ളിയുടെയും ആ ഒരു ടേസ്റ്റ് ആഹാരങ്ങൾ തേടി പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ടേസ്റ്റി ആയിട്ടുള്ള ആഹാരങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ, നല്ല ഫിഷ്, കക്ക, ഞണ്ട് അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ വിദ്യാ റിസോർട്ടിലോട്ട് വരൂ. നല്ല വറ്റ കൊടംപുളിയിലിട്ട് വെച്ച ചട്ടിക്കറി വയറ് നിറച്ച് കഴിക്കും. നമ്മൾ ഓരോ ഫുഡ് കഴിച്ചാലും അതിനുശേഷം ഞാൻ കുറച്ച് വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ആ ഫുഡിൻ്റെ കറക്റ്റ് ടേസ്റ്റുകൾ നമ്മുടെ വായിൽ നിന്ന് മാറണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കുടിക്കണം. എങ്കിൽ അടുത്ത ഒരു ഡിഷിൻ്റെ ആ ഒരു ടേസ്റ്റ് അതിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. എനിക്ക് ഈ ചട്ടിക്കറിയിൽ മനസ്സിലായത് കറക്റ്റ് പിന്നെ വേറെ ഒന്നും കെമിക്കലായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല, പക്ക നാച്ചുറലാണ്. നമ്മളത് കണ്ടാണ് കുക്ക് ചെയ്തപ്പം കറക്റ്റ് അവർ കൊച്ചുള്ളിയൊക്കെ എന്ന് പറഞ്ഞാൽ ചതച്ചിട്ട് തന്നെയാണ് ഈ ചട്ടിക്കറിൽ ഇട്ടിരിക്കുന്നത്. ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. അപ്പോൾ ഇതെനിക്ക് എല്ലാം കഴിക്കുന്നത് കൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ മാറ്റി വെക്കുകയാണ്. നിങ്ങളെല്ലാം പോയതിന് ശേഷം ഞാനത് കഴിച്ചോളാം. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ. ഫുഡ് കഴിച്ചതിന് ശേഷം അടുത്ത ഫുഡ് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കുടിക്കണം. ഓക്കെ, ഇത് ഒരു ഫിഷ് ഇവിടെ ഇരിപ്പുണ്ട്. ആ പ്ലേറ്റ് ഒന്ന് എടുക്കട്ടെ. ഷവായാണ് ഫിഷ്. അത് ഞാനൊന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഇതിൻ്റെ ആ ഒരു മസാലയുടെയൊക്കെ ആ ഒരു സ്മെല്ല് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരത്തില്ല. നേരെ നമ്മുടെ വിദ്യാ റിസോർട്ടിലേക്ക് കയറിക്കോ, എന്നിട്ട് കഴിച്ച് നോക്കുക. ഒന്ന് കഴിക്കട്ടെ. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഫിഷ്, കക്ക, ഞണ്ട്. അത് നിങ്ങൾ ഓരോ എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കുറച്ച് ഫിഷ്. ഒരു കാര്യം മറന്നു, സോറി. ഇപ്പോൾ ഞാൻ ഇച്ചിരി നാരങ്ങ പിഴിയുന്ന ഒരാളാണ്. ഇച്ചിരി നാരങ്ങ ഒന്ന് പിഴിഞ്ഞോട്ടെ. കുറച്ച് ഫിഷ്, അല്ല എരിവൊന്നുമില്ല. എനിക്ക് തോന്നുന്നു എല്ലാ കുട്ടികൾക്കും എല്ലാ പ്രായക്കാർക്കും ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റിയ ഡിഷസാണ് കേട്ടോ. ആഹാരങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വേഗത്തിൽ വിദ്യാ റിസോർട്ടിലോട്ട് വരിക. ഇവിടുത്തെ ഫിഷും അൽഫാം, ഷവായി, കുറേ വെറൈറ്റിയാണ്. നിങ്ങൾക്ക് എന്ത് ഡിഷസാണ് വേണ്ടത് അതെല്ലാം പറഞ്ഞാൽ മതി. അവർ പക്ക ഫ്രഷ് ആയിട്ടുള്ള ഫുഡാണ്. അപ്പോൾ ധൈര്യത്തോടെ വന്ന് കഴിച്ചോളൂ. ഇതെല്ലാം ഞാനൊന്ന് കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ.
ടേസ്റ്റി ആയിട്ടുള്ള ആഹാരങ്ങൾ തേടി പോകുന്ന ആൾക്കാർ, വ്യത്യസ്തമായിട്ടുള്ള ആഹാരങ്ങൾ തേടി പോകുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ധൈര്യത്തോടെ വിദ്യാ റിസോർട്ടുകളിൽ വരൂ, വയറ് നിറച്ച് ആഹാരങ്ങൾ കഴിക്കൂ. എൻ്റെ ഫീഡ്ബാക്കുകൾ അവരെ അറിയിക്കാവുന്നതാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഈ ചട്ടിക്കറി തന്നെയാണ്, അത് യാതൊരു സംശയമില്ല. പിന്നെ മറ്റുള്ള ഡിഷസൊക്കെ കോമൺ ആണ്. ഇവിടെ വന്നിട്ട് നല്ല ചൂട് ചപ്പാത്തിയുടെ കൂടെ ഈ വറ്റ നല്ല കൊടമ്പുളി ഇട്ട് ചട്ടിക്കറി എൻ്റെ ആ ഗ്രേവിയായിട്ടൊന്ന് കഴിച്ചുള്ള ഫീല്. അപ്പോൾ ഞാൻ ഈ ഫുഡുകളൊക്കെ ഒന്ന് കഴിച്ച് തീർക്കട്ടെ, ഇപ്പോൾ വരാം. വിദ്യാ റിസോർട്ട് ഒരു അനുഭവമാണ്. ആഹാരങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക്, ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ കുട്ടനാടൻ കോട്ടയം സ്റ്റൈലുള്ള ആഹാരങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹട്ടുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ വരിക, വയറ് നിറച്ച് ആഹാരങ്ങൾ കഴിക്കുക. ഈ നമ്മൾ സമാധാനത്തോടെ ഇരുന്ന് നമ്മളുടെ സങ്കടങ്ങളൊക്കെ മാറ്റിയിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു വല്ലാത്ത ഫീലായിരുന്നു എനിക്കും. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ റിയൽ ന്യൂസ് കേരള ലൈക്ക് ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ആ ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അറിയാമല്ലോ, ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇവിടെ ചെല്ലുന്നു. ദിസ് ഇസ് മീ മുന്ന സലീം. ടാറ്റാ.